ഇപ്പോൾ അരുൺ ഷുഗർ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ അവിടെ ചാണകവെള്ളം തെളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അതിൽ വ്യക്തതയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ തീരെ വ്യക്തതയില്ല. ചാണകവെള്ളം തെളിച്ച കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. കാരണം ഇത് UDF ജനവിധി നേടി അധികാരത്തിൽ വന്ന പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത്. എങ്ങനെയാണ് LDF ഈ പഞ്ചായത്ത് കൈയടക്കിയത്? അട്ടിമറിച്ചുകൊണ്ടല്ലേ. അതിന് തിരിച്ചൊരു പ്രവർത്തനം നടന്നു, യാഥാർത്ഥ്യത്തിൽ നടന്നു. യഥാർത്ഥത്തിൽ ചുങ്കത്തറ പഞ്ചായത്തിന് ജനവിധി UDFന് അനുകൂലമായിരുന്നു. UDF പഞ്ചായത്ത് അധികാരത്തിൽ വന്നതാണ്. അത് വീണ്ടും നിലനിർത്തുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു സംശയം വേണ്ട. ഇവിടെ ചാണകവെള്ളം തെളിച്ചോ, അല്ലെങ്കിൽ PV അൻവറിനെ ആക്രമിച്ചോ, അതല്ലെങ്കിൽ മെമ്പർമാരെ ആക്രമിച്ചോ, ഇവിടെയൊന്നും വടകരയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ TP ചന്ദ്രശേഖരനെ പോലെ ചെയ്തതുപോലെയൊന്നും ചെയ്യാൻ നിലമ്പൂരിൽ അനുവദിക്കില്ല. ഒരു സംശയം വേണ്ട. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അതിന് വ്യത്യസ്ത രാഷ്ട്രീയമില്ല. അത് മാനവികതയുടെ പ്രശ്നമാണ്, മാനുഷികതയുടെ പ്രശ്നമാണ്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് PV അൻവറിനെ ഒറ്റയിട്ട് ആക്രമിക്കാൻ വന്നാൽ അത് പ്രതിരോധിക്കും. അത് സംരക്ഷണം, സുരക്ഷിതത്വം UDF ഒരുക്കി കൊടുക്കും. ഒരു സംശയം വേണ്ട.